സ്ക്രിപ്റ്റാണ് നോക്കുന്നത്. എനിക്ക് കഥ കേൾക്കുമ്പോൾ എനിക്കൊരു സ്പാർക്ക് കിട്ടണം. പേഴ്സണലി എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നണം. പിന്നെ ഞാൻ ക്യാരക്ടർ നോക്കും. എൻ്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്, എനിക്ക് പെർഫോം ചെയ്യാനുള്ളതാണോ, സ്പേസ് ഉള്ള സിനിമയാണോ നോക്കും. പിന്നെ ഞാൻ എൻ്റെ ടീം നോക്കും. ആരായിരിക്കും ഇത് സംവിധാനം ചെയ്യാൻ, ആരാണ് പ്രൊഡക്ഷൻ, എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ, കോസ്റ്റാർസ് ആരൊക്കെയാണ്, അങ്ങനെ നോക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഒത്തിണങ്ങി നമുക്ക് വരുന്നൊരു തൃപ്തികരമാവുന്ന രീതിയിൽ മാച്ച് ആകുമ്പോഴാണ് ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്യുക. അല്ല, എപ്പോഴെന്ന് വെച്ചാലേ നമ്മൾ പണ്ട് പറയും, നമ്മളൊരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പറയും നമ്മളൊരു ടൂറ് പോകുമ്പോഴാണ് നമ്മളെല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് അടുക്കുക എന്ന് പറയും. അത് സിനിമയിൽ വരുമ്പോൾ അതില്ല. സിനിമയിൽ വരുമ്പോൾ നമ്മളൊരു സിനിമയിൽ എല്ലാവരെയും കൂടി കാണുന്നു, സംസാരിക്കുന്നു എന്നല്ലാതെ ബാക്കിയുള്ള ആക്ടേഴ്സോ ബാക്കിയുള്ളവരായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. അപ്പോൾ സിംഗേഴ്സ് ഉണ്ടെന്ന് അറിയാതെ ഇവരായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇത് എല്ലാവരും യുണൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിൻ്റാണ്. ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 11 പേരുടെ ഒരു ടീം വേണം. സിംഗേഴ്സിൻ്റെ ആണെങ്കിൽ അങ്ങനെ വേണം. അപ്പോൾ ഇവരൊക്കെ നമുക്ക് പരസ്പരം ആദ്യമായിട്ട് കാണാൻ, ഇവരൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കണ്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയം ഇതാണ്. അല്ലെങ്കിൽ ഈ കളിക്കുന്ന 11 പേരും അല്ലെങ്കിൽ സബ്ബായിട്ടുള്ള ഒരു 15 പേര് അടങ്ങുന്ന ഒരു ആക്ടേഴ്സ് ഒരുമിച്ച് കൂടുന്ന ഒരു സിനിമ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളി ഇങ്ങനെ വരുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് വരാം. നമ്മളെല്ലാവരും ഗ്രൗണ്ടിൽ ഒരുമിച്ച് കളി തമാശ കാര്യങ്ങൾ പറയുമ്പോൾ ഈ റിലേഷൻസിനൊക്കെ കുറച്ചും ഡെപ്ത് വരാണ്. അപ്പോൾ ഇത് കരിയറിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു മ്യൂച്വൽ ഹെൽപ്പിംഗ് എന്നുള്ള രീതിയേക്കാൾ ഉപരിയായിട്ട് ഭയങ്കര ഒരു ബ്രദർലി ഫീലിംഗ് എല്ലാവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ല, ഈ പ്രൊമോഷൻസിന് വരിക പോവുക എന്നുള്ള എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ്. ഇപ്പം നേരത്തെ ഈ പറഞ്ഞ പോയിൻ്റ്, ആ സിനിമയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും നമുക്ക് അറിഞ്ഞൂടാ. ഒരുപക്ഷെ പ്രൊഡ്യൂസർ പ്രോപ്പറായിട്ട് പേ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പല ഇഷ്യൂസും ഇവർ തമ്മിലുണ്ടാവാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പല പ്രശ്നങ്ങൾ കാരണം പലരും വരാതിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഈ സിനിമ ഓഡിയൻസിന് തൃപ്തികരമാവില്ല എന്ന് തോന്നുമ്പോൾ ഇവിടെ ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് സിനിമയാണെന്ന് പറയാനായിട്ടുള്ള ഫേക്കായിട്ട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. പല പല റീസൺസ് ഉണ്ട്. അപ്പോൾ എന്ത് റീസൺ കൊണ്ടാണ് ഓരോ ആക്ടേഴ്സ് ഓരോ സിനിമയിൽ സഹകരിക്കാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ പേഴ്സണൽ റീസൺസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനിമയുടെ ഏറ്റവും ദ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ്. അതിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയിലൂടെയാണ് സിനിമ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ ഒരിക്കലും ഒരു സിനിമ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് എല്ലാവരും സഹകരിക്കണം. ആക്ടേഴ്സ് സഹകരിക്കണം, ടെക്നീഷ്യൻസ് സഹകരിക്കണം, പ്രൊഡക്ഷൻ സൈഡ് സഹകരിക്കണം. അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണവും എല്ലാവരുടെയും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു സിനിമ തന്നെ വളരെയധികം നന്നാവുക. അപ്പോൾ ഇതൊരു കൂട്ടായ ഒരു ശ്രമമാണ് എപ്പോഴും ഒരു സിനിമ, എപ്പോഴും ഒരു ടീം വർക്കാണ് സിനിമ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഒരു സിനിമ എന്ന് പറയുന്നത് അറിയപ്പെടേണ്ടത് എപ്പോഴും ഒരു ഡയറക്ടേഴ്സ് പോയിന്റിലാണ്. അവരാണ് അതിൻ്റെ ക്യാപ്റ്റൻ. അല്ല, ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 83 മുമ്പ് റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറച്ച് ഇഷ്യൂസ് കാരണമാണ് ഇപ്പോഴത്തേക്ക് വന്നത്. പിന്നെ ഞാൻ മാക്സിമം നോക്കിയിരുന്നു, ഇത് തമ്മിലൊരു ഗ്യാപ്പ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഓഷനൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് തള്ളാൻ പറ്റില്ല. കാരണം മാർച്ച് എക്സാം ടൈമൊക്കെ വരാണ്. 83 മുമ്പോട്ട് കയറ്റാനും പറ്റില്ലായിരുന്നു, കാരണം അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തീർന്നുണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലോട്ടിൽ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് പറയുക, ഇത് രണ്ട് സിനിമയെ ഓടും. ഒരു സിനിമ ഒരിക്കലും മറ്റു സിനിമയ്ക്ക് പാരയാകില്ല. അപ്പോൾ 83 നല്ല അഭിപ്രായം കിട്ടും, നന്നായിട്ട് ഓടുന്നുണ്ടെങ്കിൽ ആ സിനിമ നന്നായിട്ട് ഓടിക്കും. ഓഷാന റിലീസ് ചെയ്ത് ഓഷാനയ്ക്ക് നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഓഷാന ഓടും. അപ്പോൾ രണ്ടും അങ്ങനെ അഭിപ്രായം കേൾക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഓഷാന ഒരു റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ തട്ടുനിമർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ലവ് സ്റ്റോറീസ് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഒരു ലവ് സ്റ്റോറി എടുത്തില്ല, കാരണം എപ്പോഴും എനിക്ക് ഒരു പെണ്ണിൻ്റെ മുമ്പിൽ കൈവിരിച്ച് അഭിനയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൊമാൻറ്റിക് സ്ക്രിപ്റ്റ് ഇങ്ങനെ ഞാൻ അന്വേഷിച്ച് നടന്നപ്പോഴാണ് മിഥുൻ ഈ കഥ എന്ന് പറയുന്നത്. അപ്പം ഇതൊരു പെണ്ണിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂലുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. സാധാരണ നമ്മളെല്ലാ സിനിമയിലും കാണാൻ ഒരു ആണ് പെണ്ണിൻ്റെ പിന്നാലെ നടക്കുന്നത്, ഒരു പെണ്ണ് ഒരു ആണിൻ്റെ പിന്നാലെ നടക്കുന്നതാണ്. അപ്പോൾ അതെനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഇത് ഞാൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സമീപ കാലഘട്ടത്തൊന്നും മലയാളത്തിൽ കാണാത്തൊരു ഒരു ത്രെഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ പെണ്ണുങ്ങൾ എങ്ങനെയായിരിക്കും ബോയ്സിനെ കാണുക, അവർക്ക് എന്താണ് പൊസസീവ്, അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ എനിക്ക് പേഴ്സണലി ഒരു കൗതുകം ഉണ്ടാക്കി. പിന്നെ അത് എന്താണ് തട്ടുനിമർത്ത് വളരെ ഭയങ്കര ഫീലോടുകൂടി അപ്രോച്ച് സിനിമയാണെങ്കിൽ ഇത് ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിനകത്ത് അജു വർഗീസ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അജു നല്ല രസകരമായിട്ട് ഇതിൻ്റെ ഹ്യൂമർ സിറ്റുവേഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഫാൻറ്റസി എന്താണ് പറയുക കാര്യങ്ങൾ ഈ സിനിമയിൽ വന്ന് പോകുന്നുണ്ട്. അത് ഡയറക്ടറിൻ്റെ ക്രിയേറ്റീവ് മൈൻഡിൽ വന്ന സജഷൻസാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു ഫൺ ഫിലിമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതിൻ്റെ ഔട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പരസ്പരം സ്നേഹിക്കുന്നത് തമ്മിൽ എന്തായാലും അങ്ങോട്ട് പൊസസീവ് ആവണം, അല്ലെങ്കിൽ അതിനകത്ത് യാതൊരു അർത്ഥമില്ല. ഞാനും പൊസസീവാണ്, എൻ്റെ വൈഫും പൊസസീവാണ്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഒരു സംഭവം അതിനകത്ത് വരും.
പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊന്നും പുള്ളിക്കാരി എന്നോട് അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല. ഞാനൊരു ലിമിറ്റ് വിട്ട് അഭിനയിക്കില്ല എന്ന് റിന്നയ്ക്ക് അറിയാം. എനിക്കൊരു ലിമിറ്റ് വിട്ട് അഭിനയിക്കാനും പേഴ്സണലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത് എന്നോട് റിന്ന പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല എന്നും അറിയാം. അപ്പോൾ അത് കുഴപ്പമില്ലാതെ പോകും.